ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നാമജപത്തെ പറ്റിയിട്ടാണ്. നാമജപം നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ ഫലസിദ്ധിയാണ് അത് നൽകുന്നത്. ഈ സ്ഥിരമായി നാമം ജപിക്കാത്തവർ, അതല്ലെങ്കിൽ നാമജപം ശീലമാക്കാത്തവർ പെട്ടെന്ന് ഒരു ദിവസം നാമം ജപിക്കണം എന്ന് ചിന്തിച്ചാൽ അവർക്ക് അതിന് സാധിച്ചു എന്ന് വരില്ല. കാരണം ഒന്നുകിൽ അവർക്ക് സമയം കിട്ടില്ല, അതല്ലെങ്കിൽ കുറച്ച് സമയം നാമം ജപിക്കുമ്പോൾ മനസ്സ് പല വഴിക്ക് സഞ്ചരിക്കും, ഉറക്കം വരും, കോട്ടുവായിടും, ആകെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും. ഏതൊരു കാര്യവും നമ്മൾ ആദ്യമായി ചെയ്യുമ്പോൾ അങ്ങനെയാണ്. കുറച്ച് സമയം ഇരിക്കാനായിട്ട്, അതായത് ഒരു 10 മിനിറ്റ് സമയം ഒന്ന് ഇരിക്കാനായിട്ട് നമുക്ക് പലപ്പോഴും സമയം കിട്ടുന്നില്ല എന്ന് ആളുകൾ പറയാറുണ്ട്. അതായത് എനിക്ക് നാമം ജപിക്കാനൊന്നും സമയം കിട്ടാറില്ല എന്നും ആളുകൾ പറയുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് സമയം കിട്ടും, പക്ഷേ നാമം ജപിക്കാൻ സമയം കിട്ടില്ല. കാരണം അതല്ല നമ്മുടെ പ്രയോറിറ്റി. അതല്ല കഷ്ടപ്പെട്ട് ഇരുന്ന് നാമം ജപിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സ് നേരെ നിൽക്കണമെന്ന് ഇല്ല. ഇങ്ങനെ പല പല പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ സ്ഥിരമായി നാമം ജപിക്കുന്നവരോട് ചോദിച്ചു നോക്കുക, എത്രത്തോളം ആനന്ദം അവർ നാമം ജപിക്കുമ്പോൾ അനുഭവിക്കുന്നുണ്ടെന്ന്, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നാമജപം കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. അതുകൊണ്ട് സ്ഥിരമായി നാമം ജപിക്കുന്നവരോടല്ല ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. ഇതുവരെ നാമം ജപിച്ച് ശീലിച്ചിട്ടില്ലാത്തവർ, അതല്ലെങ്കിൽ നാമജപത്തിന് സമയം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവർ, നിർബന്ധപൂർവം നാമജപത്തിനിരിക്കുമ്പോൾ ക്ഷീണം അനുഭവപ്പെടുന്നവർക്ക്, ഉറക്കം വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് വെറുതെ ഇരിക്കുമ്പോഴും, നടക്കുമ്പോഴും, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും, ഓഫീസ് സമയത്ത് വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ, അല്ലെങ്കിൽ ബസ്സിലിരിക്കുമ്പോൾ ഒക്കെ തന്നെ എന്ത് ചെയ്യണം? രാമ രാമ എന്ന് ജപിക്കണം, അതല്ലെങ്കിൽ നാരായണ നാരായണ എന്ന് ജപിക്കണം. പണ്ട് അമ്മൂമ്മമാർ പറയും, വെറുതെ ഇരിക്കുന്ന സമയത്ത് രാമനാമം ജപിച്ചൂടെ എന്ന്. അങ്ങനെ നാമം ജപിക്കാനായി ഒരു സമയം കണ്ടെത്തുന്നതിന് പകരം നമുക്ക് സമയമുള്ളപ്പോഴൊക്കെ മനസ്സിൽ നാമം ജപിക്കുക. അതല്ലെങ്കിൽ നമുക്ക് മാത്രം കേൾക്കുന്ന രൂപത്തിൽ നാമം ജപിക്കുക. നാമജപം നമുക്ക് കേൾക്കണമെന്നാണ് പറയുന്നത്, മറ്റുള്ളവരെ കേൾപ്പിക്കാനല്ല, നമുക്ക് കേൾക്കണം. നമ്മുടെ ചെവിയിൽ നമ്മൾ ജപിക്കുന്ന നാമം കേൾക്കണം. ഇപ്പോൾ ബസ്സിലിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ നാമം ജപിക്കാം. അതല്ല, നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് വളരെ പതിഞ്ഞ സ്വരത്തിൽ നമുക്ക് നാമം ജപിക്കാം. അങ്ങനെ നമ്മൾ നാമം ജപിക്കാനായി സമയം കണ്ടെത്തുന്നതിന് പകരം നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നാമം ജപിക്കാനായിട്ട് ശീലിക്കുക. അങ്ങനെ ജപിച്ച് 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 അത് നമ്മുടെ ഒരു ശീലമായി മാറും. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി എന്ത് നാമമാണ് ജപിക്കേണ്ടത്? വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് രാമനാമം ജപിക്കാം, നാരായണ നാമം ജപിക്കാം, നമുക്കിഷ്ടമുള്ള നാമങ്ങളൊക്കെ ജപിക്കാം. പക്ഷേ ഓരോ മനുഷ്യനും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ദേവത കാണും. ആ ദേവതയുടെ നാമമായിരിക്കാം നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത്. ഉദാഹരണമായിട്ട് നാരദര് സദാ നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അങ്ങനെയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേവതയുടെ നാമമായിരിക്കാം നമുക്ക് ആദ്യം വരുന്നത്. നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും, എൻ്റെ കൃഷ്ണ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല, അതല്ലെങ്കിൽ എൻ്റെ കൃഷ്ണ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഞാനിങ്ങനെ പറയും, കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ഭഗവാനാണ്, എൻ്റെ ഗുരുവായൂരപ്പനാണ്. അപ്പോൾ ഭഗവാന്റെ പേരാണ്, ഭഗവാന്റെ നാമമാണ് എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത്. അത് നിർബന്ധമായും ഞാൻ ജപിക്കണം. എന്തുകൊണ്ടെന്നാൽ അത് എനിക്ക് വേണ്ടി, എൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ ജപിക്കുന്നതാണ് നാരായണ നാമം, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം. അത് എൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ ജപിക്കുന്ന മന്ത്രമാണ്. പക്ഷേ ഓരോ മനുഷ്യർക്കും അവരുടെ ജന്മ നക്ഷത്രം
അനുസരിച്ചിട്ട് ഓരോ ദേവതകളെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഭഗവാൻ വിഘ്നേശ്വരനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. ഭഗവാൻ വിഘ്നേശ്വരനെ മകം നക്ഷത്രക്കാർ, മൂലം നക്ഷത്രക്കാർ നിർബന്ധമായും പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ചിലപ്പോൾ മറ്റു ദേവതകളെ വലിയ ഇഷ്ടമായിരിക്കാം. ആ ദേവതകളെ അവർ പ്രാർത്ഥിക്കണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ആത്മാവിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഉദാഹരണമായിട്ട് കാർത്തിക നക്ഷത്രക്കാർ വേലായുധ സ്വാമിയെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. കാരണം അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം കാർത്തിക നക്ഷത്രക്കാരനായ ഒരാൾക്ക് ഭഗവാൻ നാരായണനെയാണ് കൂടുതൽ ഇഷ്ടം എങ്കിലും, ഉദാഹരണം കെ കരുണാകരൻ, അദ്ദേഹം കാർത്തിക നക്ഷത്രക്കാരനാണ്. അദ്ദേഹത്തിന് ഗുരുവായൂരപ്പൻ കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു. അദ്ദേഹം എപ്പോഴും ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതാർക്ക് വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിൻ്റെ അന്തരാത്മാവിന് വേണ്ടിയിട്ടാണ്. പക്ഷേ കാർത്തിക നക്ഷത്രക്കാർ ഈ ഭൂമിയിൽ ലൗകിക ജീവിതത്തിൽ ജീവിക്കുന്നു എങ്കിൽ അവർ നിർബന്ധമായും ആരെ കൂടെ പ്രാർത്ഥിക്കണം? വേലായുധ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ലൗകികപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് അമ്മ കാണും, അച്ഛൻ കാണും, ഭാര്യ കാണും, ഭർത്താവ് കാണും, കുഞ്ഞുങ്ങൾ കാണും. അപ്പോൾ അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും. സുഖസൗകര്യങ്ങൾ ഉണ്ടാകണം, വീട് വെക്കണം, കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു ഗതി ഉണ്ടാകണം, ജോലി കിട്ടണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഗൃഹസ്ഥാശ്രമികളായ ആളുകൾക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ വേണം താനും. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു മനുഷ്യന് സമാധാനമായും സ്വസ്ഥമായിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ എല്ലാവരും എല്ലാം പരിത്യജിച്ച് ജീവിക്കുന്നവരല്ലല്ലോ. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ ലൗകികമായി ജീവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രത്തിൽ പിറന്ന എല്ലാവരും തന്നെ വേലായുധ സ്വാമിയെ നിർബന്ധമായും ഭജിക്കേണ്ടതായിട്ടുണ്ട്. അത് അവരുടെ ലൗകികപരമായ നേട്ടങ്ങൾക്കും അവരുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു കാർത്തിക നക്ഷത്രക്കാരന് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ജീവനാണെങ്കിൽ ഭഗവാനെ ഗുരുവായൂരപ്പ അല്ലെങ്കിൽ നാരായണ നാരായണ എന്ന് ജപിക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവനവന് വേണ്ടിയിട്ടാണ്, അവനവൻ്റെ അന്തരാത്മാവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കാർത്തിക നക്ഷത്രക്കാരൻ നിർബന്ധമായും വേലായുധ സ്വാമിയെ ഭജിച്ചാൽ അദ്ദേഹത്തിന് ലൗകികമായ എല്ലാ സുഖസൗകര്യങ്ങളും ഭഗവാൻ പ്രദാനം ചെയ്യുകയും ദോഷങ്ങളൊക്കെ മാറ്റി സ്വസ്ഥമായും സമാധാനമായും ജീവിക്കാനുള്ള അന്തരീക്ഷം, നമ്മുടെ ജാതകദോഷങ്ങളൊക്കെ മാറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഐശ്വര്യങ്ങളൊക്കെ നൽകി അങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി നമുക്ക് ജീവിക്കാനായിട്ട് വേലായുധ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ സാധിക്കും. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ആരെ ആയിരിക്കും? അദ്ദേഹം തൻ്റെ ജീവനോളം സ്നേഹിക്കുന്നത് ആരെ ആയിരിക്കാം? ഗുരുവായൂരപ്പനെ ആയിരിക്കാം. ആ ഗുരുവായൂരപ്പനെ ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. തൻ്റെ ആത്മാവ് ഇനിയൊരു ജന്മമെടുക്കാതെ ഭഗവാനിൽ ലയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വൈകുണ്ഠ പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആയിരിക്കണം ഓരോ നക്ഷത്രക്കാരും. അവരവർക്ക് ഇഷ്ടമുള്ള ഭഗവാനെ അവരവർ ഭജിക്കുന്നത്, ജപിക്കുന്നത് അവരുടെ ആത്മാവിന് വേണ്ടിയിട്ടും, ഓരോ നക്ഷത്രം അനുസരിച്ചിട്ട് ആരെയൊക്കെ പ്രാർത്ഥിക്കണം എന്ന് നിശ്ചയിച്ചിരിക്കുന്നത് അവരുടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ്. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറുടെ അടുത്ത് പോയി മരുന്ന് മേടിക്കുമ്പോൾ നമ്മുടെ രോഗം മാറ്റുന്നതിനായിട്ട് ഡോക്ടർ മരുന്ന് തരും. ചിലപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ചില വിറ്റാമിൻ ടാബ്ലറ്റ്സും കൂടെ തരും. എന്തിനു വേണ്ടിയിട്ടാണ് വിറ്റാമിൻ ടാബ്ലറ്റ്സ് തരുന്നത്? നമ്മുടെ ശരീര സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പം കാൽസ്യം ടാബ്ലറ്റ് തരും. എന്തിനാണ്? നമ്മുടെ എല്ലിൻ്റെ ബലത്തിന് വേണ്ടിയിട്ടാണ്. വൈറ്റമിൻ ബി കോംപ്ലക്സ് തരും, എ തരും, ഇല്ലേ, ബി തരും. അങ്ങനെ പല വൈറ്റമിൻ ടാബ്ലറ്റ്സും തരും, മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് തരും. അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി. എന്നാൽ മറ്റു ചില ആൻറ്റിബയോട്ടിക്സുകൾ തരും. എന്തിനാണ് അത് തരുന്നത്? നമ്മുടെ രോഗം മാറ്റുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ആയിരിക്കണം ഈശ്വര ഭജനവും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ദേവതയെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ നമ്മളെല്ലാവരും ഗൃഹസ്ഥാശ്രമികളായതുകൊണ്ട് അവരവരുടെ ജന്മനക്ഷത്രം അനുസരിച്ച് പ്രാർത്ഥിക്കേണ്ടുന്ന ദേവതയെ കൂടി പ്രാർത്ഥിക്കുക. ഉദാഹരണമായിട്ട് മകം,
ഗണപതി ഭഗവാനെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. മൂലം നക്ഷത്രം ഗണപതി ഭഗവാനെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. അതുപോലെ കാർത്തിക വേലായുധ സ്വാമിയെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. ഭരണി ഭദ്രകാളി ദേവിയെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ ദേവതകളുണ്ട്. ആ ദേവതകളെ നിർബന്ധമായും നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ ദൂഷ്യങ്ങളൊക്കെ പറയുന്നതിന് പകരം, അയലത്തെ വീട്ടിലേക്ക് നോക്കിയിരിക്കുന്നതിന് പകരം നമ്മുടെ മനസ്സിലും നമുക്ക് കേൾക്കുന്ന രീതിയിലുമൊക്കെ നാമം ജപിക്കാനായി ശീലിക്കുക. അങ്ങനെ നിരന്തരം നാമജപം കൊണ്ട് നമുക്ക് നേടാത്തതായി ഒന്നുമില്ല. 100% ഉറപ്പാണ്. സ്ഥിരമായി ലളിതാ സഹസ്രനാമം ജപിക്കുന്ന എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഉയർച്ചയല്ലാതെ മറ്റൊന്നും ഉണ്ടാകത്തില്ല. സ്ഥിരമായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അപാരമായ കാരുണ്യം ലഭിക്കുകയും ശ്രേഷ്ഠമായ ഒരു ജീവിതം ലഭിക്കുകയും മോക്ഷം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഓരോ നാമങ്ങൾക്കും ഓരോ ഫലസിദ്ധിയുണ്ട്. നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക, അതല്ലെങ്കിൽ രാമരാമ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമുക്ക് ആരെയാണോ ഇഷ്ടം ആ ദേവതകളെയൊക്കെ ഭജിച്ചുകൊണ്ടേയിരിക്കുക. ഭഗവതിയെ ആണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ അമ്മേ നാരായണ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. നാമജപം ശീലിക്കുന്ന എല്ലാവർക്കും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. മാസങ്ങൾക്കുള്ളിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായി നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവരും നാമജപം ശീലിക്കുക. ഇന്ന സമയം എന്നൊന്നുമില്ല, എപ്പോഴും ജപിക്കുക. ഇരുന്ന് ജപിക്കുമ്പോൾ ഉറക്കം വരുന്നവർ മറ്റു ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ജപിക്കുക. അങ്ങനെ ജപിച്ചു ശീലിച്ചാൽ പിന്നെ ഇരുന്ന് ജപിക്കാനായിട്ട് നമുക്ക് നമ്മുടെ മനസ്സും ശരീരവും നമ്മളെ അനുവദിക്കും. വെറും തറയിലിരുന്ന് നാമം ജപിക്കരുത്. ഒരു പായിട്ട് ആ പായിലിരുന്നിട്ട് വേണം നാമം ജപിക്കാൻ. താഴെ ഇരുന്ന് നാമം ജപിക്കാൻ ആരോഗ്യം അനുവദിക്കുന്ന എല്ലാവരും താഴെ ഇരുന്ന് തന്നെ നാമം ജപിക്കണം. നാമജപം ശീലമാക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായും ഗുണമുണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇന്നു മുതൽ ജപിച്ചു തുടങ്ങിക്കൊള്ളുക. ഇത് കേൾക്കുന്ന എല്ലാവരും തന്നെ നാമജപം ശീലിച്ചാൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടും, പല കാര്യങ്ങൾക്കും മാറ്റം വന്നു എന്ന്. അത്രയ്ക്കാണ് ഞാൻ ഉറപ്പ് നൽകുന്നത്. അത്ര ഫലപ്രദമാണ് നാമജപം. പ്രത്യേകിച്ച് വെളുപ്പിനെയുള്ള നാമജപം. അതിന് പെട്ടെന്നാണ് ഫലസിദ്ധി. അല്ലാത്ത സമയത്ത് നാമം ജപിക്കുന്നതിനേക്കാൾ പെട്ടെന്നാണ് അതിരാവിലെയുള്ള നാമജപം. ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ആ മരുന്ന് കഴിക്കുമ്പോൾ, ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ പെട്ടെന്ന് പനി മാറും. ആയുർവേദത്തിലേക്കും ഹോമിയോയിലേക്കും പോകുമ്പം എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് മാറില്ല, ഇച്ചിരി താമസം എടുക്കുമെന്ന്. അതുപോലെയുള്ളൂ. എന്തായാലും പ്രയോജനമാണ്. അതുകൊണ്ട് നാമജപം ശീലമാക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.